കഴിഞ്ഞ വർഷം സബ്സ്റ്റൻസ് കണ്ട് കിളിപോയ ആ ഒരു സിനിമയെ ഒരുപാട് ഇഷ്ടപ്പെട്ടവർക്കായിട്ട് 2025 വക ഒരു സംഭാവന വന്നിട്ടുണ്ട്. ഇംഗ്ലീഷിലല്ല, നോർവീജിയനിൽ നിന്നാണ് ഇത്തവണ വന്നിരിക്കുന്നത്. ദ അഗ്ലി സ്റ്റെപ്പ് സിസ്റ്റർ. എമിലി ബ്ലിച്ച്ഫെൽഡ് സംവിധാനം ചെയ്ത് ലിയ മിറൻ പ്രധാന വേഷത്തിൽ വന്ന ഈ നോർവീജിയൻ ബോഡി ഹൊറർ സിനിമയെ കുറിച്ചാണ് ഇന്ന്. ജൂലിയൻ എന്ന രാജകുമാരന്റെ വധുവാകണം, അതിനുവേണ്ടി ഏതറ്റം വരെ പോകാനും തയ്യാറായ എൽവിറയുടെ കഥയാണ് ഈ സിനിമ പറയുന്നത്. നമ്മുടെ ട്രഡീഷണൽ ഫെയറി ടെയിലായ സിൻഡ്രല്ല കഥയുടെ ഒരു ബോഡി ഹൊറർ പതിപ്പാണെന്ന് പറയാം. സിൻഡ്രല്ലയുടെ ഒരു അതിഭീകര വേർഷൻ. സിൻഡ്രല്ലയ്ക്ക് പകരം അവളുടെ സ്റ്റെപ്പ് സിസ്റ്ററിന്റെ വ്യൂ പോയിന്റിലാണ് ഈ പടത്തിന്റെ കഥ പറയുന്നത്. മനോഹരമായിട്ടുള്ള വിഷ്വൽസ് കൊണ്ട് ഒരു ലൈറ്റ് ഹേർട്ടഡ് ആയിട്ടുള്ള റൊമാൻറ്റിക് പടമാണ് എന്ന പോലെ ആരംഭിച്ചിട്ട് പിന്നെ അങ്ങോട്ട് ഗിയർ മാറ്റി പടത്തിന്റെ ഒരു പോക്കുണ്ട്. എൻ്റെ അമ്മോ, മോനെ അന്യായ എന്ന് പറഞ്ഞ അന്യായ പടം. പക്ഷേ ഓർത്തോ, വളരെ ഡിസ്റ്റർബിംഗ് ആയ, ചിലപ്പോൾ അറപ്പ് തോന്നുന്ന കാഴ്ചകളൊക്കെ ഉള്ള സിനിമയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും പറ്റുന്ന പടമല്ല. നോട്ട് എവരിവൺസ് കപ്പ് ഓഫ് ടീ. ലോല ഹൃദയരാണെങ്കിൽ ഈ വഴിക്കേ വന്നു പോയേക്കരുത്. വയലൻസ് എന്നതിനേക്കാൾ ശരീരത്തിന്റെ കുറെ എന്താ പറയാ, ചിലപ്പോൾ ചിലർ ഛർദ്ദിച്ചു പോകും. കഴിച്ചുകൊണ്ടൊന്നും ഇരിക്കുമ്പോൾ ഈ പടം ദയവ് ചെയ്ത് കാണരുത് കേട്ടോ. ക്ലൈമാക്സ് ഒക്കെ ഹെവിയാണ്. അതുപോലെ നായിക ഒരു സ്റ്റെപ്പിൽ നിന്ന് വീഴുന്ന ഒരു ഭാഗമൊക്കെ ഉണ്ട്. അപ്പോഴത്തെ ഒരു പ്രോസ്തെറ്റിക് മേക്കപ്പും. എൽവിറ എന്ന നായികയുടെ റോളിൽ ലിയ മിറൻ എന്ന നടിയുടെ, മിറൻ എന്നാണ് ഞാൻ പറയുക, ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്ക് നിങ്ങൾ വേറൊന്നും വായിക്കില്ല കേട്ടോ. ലിയ മിറന്റെ അന്യായ പെർഫോമൻസ് പടത്തിൽ കാണാം. സിൻഡ്രല്ലയൊക്കെ സൈഡാക്കി കളഞ്ഞ പ്രകടനമായിരുന്നു. ആ കഥാപാത്രത്തിന്റെ കോംപ്ലക്സ് ആയിട്ടുള്ള ഇമോഷൻസിനെ ഗംഭീരമായിട്ട് തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഒരു ഭീകര വില്ലനിൽ നിന്നും നമുക്ക് സിമ്പതി തോന്നുന്ന ഒരു ക്യാരക്ടറിലേക്കുള്ള ആ ഒരു ട്രാൻസിഷൻ ഒക്കെ തന്നെ ഭയങ്കര രസമായിട്ടാണ് അവതരിപ്പിച്ചേക്കുന്നത്. നമ്മുടെ 90കളിലെ ഉർവശിയുടെ ഒരു ലുക്കും അക്കാലത്ത് ഉർവശി അവതരിപ്പിച്ച ചില കിടിലൻ നെഗറ്റീവ് ഷെയ്ഡ്സ് ഉള്ള ക്യാരക്ടേഴ്സ് ഒക്കെ എനിക്ക് ഓർമ്മ വന്നു. എനിക്ക് ആക്ച്വലി സിൻഡ്രല്ലയേക്കാൾ ശരിക്കും ഭംഗിയുള്ളത് ഇവർക്കാണെന്നാണ് എനിക്ക് തോന്നിയത്. പക്ഷെ എന്നാ ചെയ്യാനാ, കയ്യിലിരിപ്പ്, മണ്ടത്തരങ്ങൾ ഒക്കെ കൊണ്ട്. എന്തായാലും നെക്സ്റ്റ് ഇയർ ഓസ്കറിൽ ഈ നടിയുടെ പേരുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആഗ്നസ് എന്ന സിൻഡ്രല്ല റോളിൽ വന്ന നടി തിയോ സോഫി, അമ്മ റബേക്കയായിട്ട് വന്ന ആൻ ഡാൽ, അതുപോലെ അനിയത്തിയായിട്ട് വന്ന ഫ്ലോ എന്ന നടി, അങ്ങനെ സപ്പോർട്ടിംഗ് ക്യാരക്ടേഴ്സിൽ വന്ന എല്ലാ താരങ്ങളും കിടുവായിരുന്നു. വിഷ്വലുകൾ കവിത പോലെയാണെന്ന് പറയാം. എന്നാൽ അതേസമയം അറപ്പ് തോന്നിക്കുന്ന കാഴ്ചകളുമുണ്ട്. ക്യാമറ അതുകൊണ്ട് കിടുവാണ്. മാർസൽ ഡിസ്കെയിൻസ്, അങ്ങനെയാണ് ഉച്ചാരണം എന്ന് തോന്നുന്നു, പുള്ളിയാണ് ഇതിന്റെ ക്യാമറ. പിന്നെ എടുത്തു പറയേണ്ടത് ഇതിന്റെ പ്രൊഡക്ഷൻ ഡിസൈൻ ആണ്. എന്തൊരു റിച്ച് ആയിട്ടുള്ള ആർട്ട് വർക്കാണ് ഇതിന്. ആ ഒരു കാലഘട്ടത്തിലെ സ്ഥലം, ബിൽഡിങ്സ്, കൊട്ടാരം, അതൊക്കെ ഭയങ്കര കിടുവായിട്ടാണ് ആർട്ട് ചെയ്തേക്കുന്നത്. അതുപോലെ കോസ്റ്റ്യൂംസ്, മേക്കപ്പ്, എഡിറ്റിംഗ്, ലൈറ്റിംഗ്, കളർ ഗ്രേഡിങ്, പിന്നെ മ്യൂസിക്, എല്ലാം കൊണ്ടും ടെക്നിക്കലി ടോപ്പ് നോച്ച് ആയിട്ടുള്ള പടമാണിത്. പടം കുറച്ച് സ്ലോ ആണ്. അതുകൊണ്ട് ചിലർക്ക് അല്പം ലാഗ് ചിലയിടത്ത് ഫീൽ ചെയ്യുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. എനിക്ക് പേഴ്സണലി ഒട്ടും ലാഗ് അടിച്ചേ ഇല്ല. ഞാൻ ഒറ്റ ഇരിപ്പിൽ കണ്ടുതീർത്ത പടമാണ്. അതുപോലെ കടുത്ത ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള രംഗങ്ങൾ, 18+ വിഷ്വൽസ്, നഗ്നത ഒക്കെ ഉള്ളത് കൊണ്ട് ജനറൽ ഓഡിയൻസിന് കണ്ടിരിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. സ്ത്രീ പുരുഷ ശരീരത്തിന്റെ ഒക്കെ ന്യൂഡിറ്റി ആക്ച്വലി വളരെ എസ്തെറ്റിക് അല്ലെങ്കിൽ ആർട്ടിസ്റ്റിക് ആയിട്ടൊക്കെയാണ് അവർ എടുത്തു വെച്ചേക്കുന്നത്. പക്ഷെ ചില കാര്യങ്ങളൊക്കെ കൊണ്ട് കുറച്ച് അറപ്പ് തോന്നുകയും ചെയ്യും. അപ്പോൾ ഇതൊക്കെ ഓർത്ത് വേണം ഈ പടം കാണാനായിട്ട്. സോ ആകെ മൊത്തം ടോട്ടലിൽ ഒരു കിഡിലൻ ബോഡി ഹൊറർ പടമാണ്. സിൻഡ്രല്ലെ ബോഡി ഹൊറർ ആക്കിയ ഒരു കോൺസെപ്റ്റിന് തന്നെ കൈയടി കൊടുക്കണം. കഴിഞ്ഞ കൊല്ലം ഇറങ്ങിയ സബ്സ്റ്റൻസിന്റെ ഒരു ക്ലാസിക് വേർഷൻ എന്ന് പറയാം. എങ്കിലും ഡിസ്റ്റർബിംഗ് അല്ലെങ്കിൽ ഡിസ്ഗസ്റ്റിംഗ് മീറ്റർ സബ്സ്റ്റൻസിനെ വെച്ച് നോക്കുമ്പോൾ അത്രയും ഇല്ല എന്ന് എനിക്ക് പേഴ്സണലി തോന്നി. എന്നാലും ആവശ്യത്തിനുണ്ട് താനും. പടം VOD ആയിട്ട് ഡിജിറ്റലി അവൈലബിൾ ആണ്. നെറ്റിൽ സാഹസങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് അല്ലാതെ ഇത് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ ഇതിന്റെ ഒരു സ്വീകാര്യത ഉറപ്പായും വലുതാകാനുള്ള സാധ്യത വരുന്ന ദിവസങ്ങളിലുണ്ട്. അതുകൊണ്ട് തന്നെ അധികം വൈകാതെ ഏതെങ്കിലും മെയിൻ പ്ലാറ്റ്ഫോമിലും പടം അവൈലബിൾ ആകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സോ കിട്ടാത്തവർ പേടിക്കേണ്ട, ഉടൻ വരും. പിന്നെ പടം സ്ട്രിക്ട്ലി 18+ ആണ്, ഓർക്കുക. നോർവീജിയനും പോളിഷുമാണ് ഇതിന്റെ ലാംഗ്വേജ്. 1 മണിക്കൂർ 50 മിനിറ്റ് ആണ് റൺ ടൈം. അപ്പോൾ നിങ്ങൾ ഈ പടം കണ്ടുള്ളവരാണ്, നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. ശരി എന്നാൽ.